നമസ്കാരം. മേമലക്കാരൻ ബൈജുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ മേമലക്കാരൻ ബൈജു, എപ്പോഴും മേമല എന്ന് പറയുന്നില്ലേ. അപ്പം മേമലയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. മേമലയ്ക്ക് ഒരു ചരിത്രങ്ങളുണ്ട്. ഇതിൽ നിന്ന് ചരിത്രങ്ങൾ മൺമറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയകാല ഓർമ്മയിൽ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ മനുവാപ്പയാണ് കേട്ടോ. ഞാൻ ആപ്പയെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ആപ്പ. ഓക്കെ, കാരണം ഇവർ നേരത്തെ മേമല എസ്റ്റേറ്റ് ജനിച്ച് വളർന്ന് നമ്മുടെ അച്ഛൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പം ഇവരെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ, പേരപ്പൻ ഇവരൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേമലയുടെ പൂർവികം എന്താണ്, മേമലയുടെ ചരിത്രങ്ങൾ എന്താണ്, മേമല എങ്ങനെ ഉണ്ടായി, ഇതിനെക്കുറിച്ചുള്ള. അപ്പം ഇതിലെ തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ, പോരായ്മകളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും. പക്ഷേ അതിൽ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും പങ്കുവയ്ക്കാം. ഞാൻ മേമലക്കാരൻ ബൈജു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പം മേമലയ്ക്കൊരു പ്രസക്തി ഉണ്ടല്ലോ, അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, എനിക്ക് അറിയുന്ന എനിക്ക് 72 വയസ്സായി. ഇത് മറ്റ് അമ്മ എൻ്റെ വെല്ലുമ്മച്ചിയുടെ കാലം തൊട്ട് ഞങ്ങൾ ഇവിടെയാണ് താമസം. അവർക്ക് അറിയുന്ന കാര്യം എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞൊക്കെ പറയത്തുള്ളൂ. ചിലപ്പോൾ വിട്ടുപോയെന്നൊക്കെ വരും. ശരിയാണ്, ഉള്ളത് പറയാം. അത് സ്വാഭാവികം അല്ലേ. മേമല എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രൽ ജംഗ്ഷൻ ആണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇത് ഈ ടി എസ്റ്റേറ്റ് കമ്പനിക്കായിട്ട് എസ്റ്റേറ്റായിരുന്നു ആദ്യകാലം. സൗത്ത് ഇന്ത്യൻ ടി എസ്റ്റേറ്റ് കമ്പനി, SIT കമ്പനി, അവരുടെ എസ്റ്റേറ്റായിരുന്നു. അതിൽ പിന്നീട് A.V. ജോർജ് ആൻഡ് കമ്പനി അത് വാങ്ങിച്ചു. മേമലയും സ്റ്റാഗ് ബ്രൂക്കും ആഷ്ലിയൊക്കെ A.V. ജോർജ് ആൻഡ് നീലഗിരി ടി എസ്റ്റേറ്റ് കമ്പനി വാങ്ങിച്ച്. മേമലയിൽ ഒരു ഡിവിഷൻ മാത്രമേ ഉള്ളൂ. വുഡ്ലാൻഡ്സും ഇതൊക്കെ ഒരേ എസ്റ്റേറ്റായിരുന്നു. ആ ഗ്ലെൻമേരി വുഡ്ലാൻഡ്സൊക്കെ അവർ SIT കമ്പനി പിന്നെ വെച്ചിട്ട് മേമലയും സ്റ്റാഗ് ബ്രൂക്കും വാങ്ങിച്ചു. നീലഗിരി ടി എസ്റ്റേറ്റ് കമ്പനി കൂടെ. നീലഗിരി ടി എസ്റ്റേറ്റ് കമ്പനി അല്ലേ? നീലഗിരി ടി എസ്റ്റേറ്റ് ഈ മേമലയുടെ രണ്ടാമത്തെ പേര്. ആദ്യം SIT കമ്പനി, പിന്നെ നീലഗിരി ടി എസ്റ്റേറ്റ് കമ്പനി. ആദ്യകാലത്ത് ഇവിടെ എല്ലാം ചൈന ചെടികളാണ് വെച്ചിരുന്നത്. ഈ വെള്ളച്ചെടികൾ പിന്നീടാണ് ഉണ്ടായത്. ഈ മേമല എസ്റ്റേറ്റും ഈ ആഷ്ലി എസ്റ്റേറ്റൊക്കെ ചൈന ചെടികളാണ്. ബാക്കിയുള്ള എസ്റ്റേറ്റിലൊക്കെ വെള്ളച്ചെടികൾ അത് പിന്നീട് ഉണ്ടായത്. അപ്പോൾ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായതായിരിക്കാം. അപ്പം ഞാനൊക്കെ ജനിക്കുന്നത് മുമ്പ് ഇവിടെ എല്ലാം തേയിലക്കാടുകൾ. അപ്പോൾ പിന്നെ അത് ഏലം വന്നിട്ട് എത്ര വർഷമായി കാണും ഈ ഏലമൊക്കെ? ഏലം ഇത് 76 കഴിഞ്ഞിട്ടാണ് ഏലം. ഓക്കെ. ഈ മേമല എസ്റ്റേറ്റ് മാത്രം വേറൊരാൾ, കൂട്ടിക്കൽ ഒരാൾ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് പുള്ളി 69 നടത്താൻ വരാതെ ഇട്ടേച്ച് പോയപ്പോൾ ഈ ലോക്കൗട്ട് ചെയ്തു. അതിൽ പിന്നീട് വേറെ കമ്പനി കിട്ടി. പിന്നെ വീണ്ടും പ്ലാന്റേഷൻ വാങ്ങിച്ച ഈ മേമലയിൽ ഈ ഏലം പ്ലാന്റേഷൻ തേയിലയൊക്കെ പഠിച്ചു. സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്ലാസ്റ്റിക് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഉള്ള ഇതാ കമ്പിളി. ജോലിക്ക് പോകുന്നവർക്ക് ചൂടാനൊരു കമ്പിളി, ഉറങ്ങാൻ നേരത്ത് കിടക്കാൻ അവിടെ ഒരു വേറൊരു കമ്പിളി, 2 കമ്പിളി കൊടുക്കാൻ പറ്റും. അപ്പോൾ മേമല എസ്റ്റേറ്റ് ഈ വുഡ്ലാൻഡ്സിലൊരു ടീ ഫാക്ടറി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ ഫാക്ടറി പ്രവർത്തിക്കാനായിട്ട് അന്ന് കറണ്ട് ഇല്ലാത്ത കാലത്ത് വെള്ളം കൊണ്ട് ഇവർ യൂറോപ്യൻസ് കറണ്ട് ഉണ്ടാക്കാനാണ് മേമലയിൽ കുളമുണ്ട്, തപ്പക്കുളമുണ്ട്, വലിയ കുളം. ആ കുളത്തിരുന്ന് പൈപ്പ് വഴി വെള്ളം കനാൽ വഴി ഒഴിച്ചിട്ട് ഇവിടെ വന്ന് പൈപ്പ് വഴി വന്നിട്ട് ഈ അന്തമാൻ ദ്വീപ് ഇവിടെ ഉണ്ട് വുഡ്ലാൻഡ്സിലുണ്ടല്ലേ. അവിടെ ഈ ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെ പള്ളിക്കുന്നിൻ്റെ തൊട്ട് മേളിലൊരു താഴെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ വെള്ളം കൊണ്ട് ആ സ്റ്റാഗ് ബ്രൂക്ക് ഫാക്ടറി പ്രവർത്തിച്ചത്. പക്ഷെ അന്ന് നമ്മൾ ആധുനിക സംവിധാനം ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഒരു വെള്ളത്തിന്റെ ഒരു സെറ്റപ്പിൽ വെച്ച് ആ കാര്യങ്ങൾ ചെയ്തത്. അത് വെച്ച് ജനറേറ്റർ പ്രവർത്തിച്ച് കറണ്ട് അങ്ങനെ ആ ഫാക്ടറിയിൽ ഉണ്ടായി. ഇപ്പം ആധുനിക സംവിധാനങ്ങൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഉപ്പുകുളം, അവിടെ ഒരു കുളമുണ്ട്. അതും ആ ഫാക്ടറി അതിൻ്റെ താഴെ വെച്ചിരിക്കുന്നത്. അവർ പുതിയ ഫാക്ടറി ആയിട്ട് പണിതത് അല്ലേ? അതെ. അപ്പം എല്ലാം അന്ന് വെള്ളം കൊണ്ട് അന്ന് കറണ്ട് 62 പോത്തുപാറ പവർ ഹൗസിൽ പള്ളത്തിരുന്ന കറണ്ട് വരുന്നത്. പള്ളത്തിരുന്ന് പോത്തുപാറ കോട്ടയം പള്ളം പവർ ഹൗസിലിരുന്ന ഇവിടെ 66 kV ലൈൻ വന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 62 തോന്നുന്നു. അതെ, 62 അവിടെ കറണ്ട് വരുന്നത്. അപ്പോൾ അത് പിന്നീട് ഇവിടെ തോട്ടങ്ങളിലൊക്കെ പിന്നീടാണ് കൊടുത്ത ഫാക്ടറികൾക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടി ട്രാൻസ്ഫോമർ വെച്ച് ചീന്തലാർ ഫീഡർ, വാഹമണ്ണി ഫീഡറൊക്കെ അത് കറണ്ട്. മേമലായിരുന്നു ഇത്. അങ്ങോട്ട് ബംഗ്ലാദേശ് പോകുന്നത് ഇത് ഈ വഴിയാണോ? അതെ, ഈ കാണുന്ന വഴി അല്ലേ? ഇത് വുഡ്ലാൻഡ്സ് ബംഗ്ലാവ് എന്നല്ലേ പറഞ്ഞത് ഈ റോഡ്. അപ്പോൾ ഇവിടെ ഈ താമസിക്കുന്നത്, അപ്പോൾ ഇവിടെ നേരത്തെ ഇപ്പം നിലവിൽ ഇത് കമ്പിവട്ടം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ?
വയർലെസ് മുട്ട വയർലെസ് മുട്ട. അത് കമ്പി മുട്ട എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ കാടിന്റെ പേരാണ്. കമ്പിമുട്ട ആൾക്കാർ അറിയാതെ പറഞ്ഞു ഇങ്ങനെ ഇത് കമ്പിമുട്ടായി. ഇപ്പോഴാണ് ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നത്. നേരത്തെ ബംഗ്ലാവ് മാത്രമേ ഉള്ളായിരുന്നു. ബംഗ്ലാവ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ 80 കഴിഞ്ഞ അവിടെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. ഈ റോഡ് അല്ലേ? 85 കഴിഞ്ഞിട്ട് അവിടെ ആൾക്കാർ കയറി താമസം. ഈ മേമനശ്ശേരിയിലെ കമ്പിളി തോട്ടങ്ങളിലെ കമ്പിളി ഇഷ്യൂ ചെയ്യാനായിട്ട് താഴെ ഒരു കമ്പിളി സ്റ്റോർ താഴെ അല്ലേ? താഴെ ഉണ്ടായിരുന്നു ഒരു കമ്പിളി സ്റ്റോർ. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് അവിടെ നിന്നാണ് ഈ കമ്പിളി എല്ലാ തോട്ടവും തൊഴിലാളിക്കും കമ്പിളി ഇഷ്യൂ ചെയ്യുന്നത്. എല്ലാ തോട്ടങ്ങളിലും അരി കൊടുക്കുന്ന ഒരു പെരയുണ്ട്. ഇവിടെ മേമലയിലുണ്ട്, വിദ്യാൻസിലുണ്ട്. ആ പെരയുടെ ചുറ്റും 4 വശവും സിമെന്റ് കോൺക്രീറ്റ് ഇങ്ങനെ പൊക്കി വാർത്ത് കാണും ചുറ്റും. കാരണം എലി വന്ന് ഇങ്ങനെ കയറി തിരിച്ചു വരാതിരിക്കാൻ. ഈ എലിയുടെ ശല്യമൊക്കെ ഉള്ള കാലങ്ങളല്ലേ. അപ്പോൾ എലി വരാതിരിക്കാൻ വേണ്ടി ഈ അരിയൊക്കെ അതിൻ്റെ അകത്ത് സ്റ്റോക്ക് ചെയ്യും. എലി വരാതിരിക്കാൻ വേണ്ടി അത് 4 ചുറ്റും ഇങ്ങനെ വാർത്ത്. അപ്പോൾ മേമനശ്ശേരിയുടെ പ്രത്യേകത, ഇവിടെ കമ്പിളി എല്ലാവർക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സായിപ്പ്മാർക്ക് സോഡ ഉണ്ടാക്കുന്ന ഫാക്ടറി മേമലയിലുണ്ടായിരുന്നു. അന്ന് സോഡ വിലയ്ക്കൊന്നും കിട്ടിയല്ല. ഇവിടെ ഉണ്ടാക്കിയ അപ്പോൾ ഒരാളെ അതിനു വേണ്ടി നിയമിച്ചു. ആ പുള്ളി ആ സോഡ ഉണ്ടാക്കി ഈ വട്ട് അകത്ത് ഈ വട്ടുള്ള സോഡകളാണ്. ഇന്നത്തെ പോലെയുള്ള സോഡ ഒന്നല്ല. അതിന് മെഷീനറികളും ആ മേമലയിൽ അത് വെള്ളം ഒരു ടെസ്റ്റ് ചെയ്താൽ വെള്ളം എടുത്തത്. കാരണം മേമലയിലെ വെള്ളം അണ്ണൻ തമ്മിയുടെ മലയുടെ മേളിയിരുന്ന് പാറയിലും കല്ലിലും മുട്ടാതെ വരുന്ന വെള്ളം, ഒഴുക്ക് വെള്ളം, നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം മേമലുണ്ട്. മേമല അതുകൊണ്ട് അവിടെ സോഡ ഉണ്ടാക്കാൻ ആ വെള്ളം അവർ തൂക്കി നോക്കി നല്ല കല്ലേരൊക്കെ അടിക്കൊള്ളാണ് നല്ല വെള്ളം. ആ വെള്ളം എടുത്താൽ അതിന് മേടി താമസക്കാർ ആരുമില്ല, താഴെയില്ല, വന്യജീവികളുണ്ടെങ്കിലേ ഉള്ളു. അപ്പോൾ വെള്ളം നല്ല വെള്ളം, പ്യൂർ വെള്ളം. ആ വെള്ളത്തിൽ ആ സോഡ ഉണ്ടാക്കി ആഴ്ചയിൽ 2 ദിവസവും ഈ എസ്റ്റേറ്റിലെ മാനേജ്മെന്റ് ഇവരൊക്കെ പോയി ടൈഫോയ്ഡ് എസ്റ്റേറ്റിലാണ് ഇരുന്നത്. പീരുമേട് ക്ലബ് എന്നാ പേര്. ടൈഫോയ്ഡ് എസ്റ്റേറ്റ് ആ ക്ലബിന് ഇവരെല്ലാം പോയി കൂടുന്ന അന്ന് ഈ സോഡയും വെള്ളവും ഒക്കെ അവർ കൊണ്ടുപോകും, ഇവിടെ നിന്ന് കൊണ്ടുപോകാം. അപ്പോൾ അത് അതിനുവേണ്ടി ആ മേമല സോഡ ഉണ്ടാക്കി. അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു എസ്റ്റേറ്റാണ് മേമല എസ്റ്റേറ്റ്. അപ്പം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം നമ്മുടെ അന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ വളരെ പ്രയാസം. ഇത്രയും കാര്യം കറണ്ടും ഇല്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ഇന്നലെ എല്ലാ ഫോണും കാര്യങ്ങളും പല ഫെസിലിറ്റിയൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ സംഭവം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം നിങ്ങൾ എങ്ങനെ വിദ്യാഭ്യാസത്തിന് തൊട്ടടുത്ത് സ്കൂളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആ സമയത്തുള്ള കാര്യം? ഇപ്പോൾ നിലവിൽ സ്കൂളുണ്ട്. എന്നാൽ നമ്മൾ പഴയ ചരിത്രങ്ങൾ ചോദിക്കുന്നത് തോട്ടത്തിൻ്റെ അവിടെ അമ്പലം ഇരിക്കുന്ന സ്ഥലത്ത്, അതായത് അന്ന് ഈ വിദ്യാഭ്യാസ സ്റ്റേറ്റിലായിരുന്നു ഒരു സ്കൂള്. 2ാം ക്ലാസ്സോ 3ാം ക്ലാസ് വരെ കാണത്തുള്ളൂ. അത് 2 അധ്യാപകരെ കാണത്തുള്ളൂ. അത് ഇച്ചിരി വിദ്യാഭ്യാസമുള്ളവർ ഇവിടെയൊക്കെ ഉഡ്ലാൻസ് 2 പേരുണ്ടായിരുന്നു. ഒന്ന് പൗലോസ് വാദ്യാരെന്ന് പറയും. പുള്ളി തമിഴും പഠിപ്പിച്ചു കൊടുക്കും, മലയാളം പഠിപ്പിച്ചു കൊടുക്കും, പൗലോസ് വാദ്യാര്. പിന്നെ അതിന് മുമ്പേ അപ്പാവ് വാദ്യാരെന്ന് പറഞ്ഞു ഉഡ്ലാൻസ്. അപ്പോൾ ഇവിടെ തമിഴും മലയാളം എന്ന് പറയുന്ന സംഭവം ഇടകലർന്നി ഒരു സൗഹൃദ ബന്ധവും മറ്റു മക്കളെ പോലെ അല്ലേ? അതെ. ഒരു 100 പേരുണ്ടെന്ന് പറഞ്ഞാൽ 90 പേരും തമിഴ്ക്കാരാണ്. 10% പേരെ ഉള്ളു മലയാളികൾ. ശരി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം തമിഴ് നമുക്ക് സംസാരിക്കാം. அப்போ நான் அப்பா எல்லாம் நீங்கள் இருக்கும்போது என்ன சொல்லுறதுக்கு ஸ்கூல் இருக்குல்ல, அந்த ஸ்கூலில் வந்து போவதுக்கு உங்களுக்கு நீங்கள் மடி காமிச்சிங்களா இல்லை எப்படி அது காரணம்? எங்கள் அம்மாவுக்கு ஸ்கூல் படுத்தம். ஆமாம். பள்ளிக்கூடத்துக்கு போகணும்னா இந்த உட்லாண்ட் ஸ்டேஷனில் ஒரு வாத்தியார் படித்து கொடுப்பாரு. ஒரு மலையாளி, ஆனால் தமிழ் சூப்பராக படித்து கொடுப்பாரு. சரி. அதுக்கு முன்னால் ஒரு அப்பா வாத்தியார் இருந்தார், அவர் தமிழ் மட்டும்தான் படித்து கொடுப்பாரு. சரி. அப்போ இந்த பௌரஸ் வாத்தியார் வந்து കഴിഞ്ഞ உடனே 2 படித்து கொடுப்பாரு. அந்த காலத்தில் வித்தியாசம் உள்ள ஒரு நாட்டிலே சுருக்கம். இப்போ எனக்கு அண்ணன்மார் 2 பேர் அந்த இங்கே தான் பௌரஸ் வாத்தியார்கிட்ட 2ஆம் கிளாஸ் வரைக்கும் படிக்க முடிஞ்சிச்சு. அவரும் படிக்கணும். நான் வந்து 1957 பஞ்சாயத்து ஸ்கூல் உண்டாக்கி பள்ளிக்குள்ள பள்ளிக்குள்ள பஞ்சாயத்து ஸ்கூல் 1ஆம் கிளாஸ் நான் படிக்கும்போது தான் ஃபஸ்ட்டு தொடக்கம் 57 ஒன்றாம் கிளாஸ் பேட்ச் 10-70 பிள்ளைகள் தமிழ் பிள்ளைகள். அப்போ மலையாளிகள் ஒரு 10-30 பிள்ளைகள். അപ്പോൾ 100 പിള്ളേർക്ക് മേലെ அந்த സ്കൂൾ 1ആം ക്ലാസ് ഇന്നത്തെ തലമുറകൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ സൂചി എടുത്തു പറയാണ്.
അപ്പാടെ കാലത്തൊക്കെയാണ് ഇവിടെ 1-ാം ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത് ഈ പഞ്ചായത്ത് LP സ്കൂൾ കേട്ടോ. ഇന്ന് അത് ഇച്ചിരി വികസനമായി കാര്യങ്ങളൊക്കെ. അന്ന് അത്ര വികസനം ഇല്ലാത്ത സമയത്ത് അവരുടെ ഓർമ്മയിൽ നിൽക്കുന്ന പറയുമ്പോൾ ഇന്നും ആ മനുഷ്യനൊക്കെ ജീവിച്ച് നമുക്ക് ഈ ചരിത്രങ്ങൾ പറയുന്ന പറഞ്ഞാൽ നമുക്കൊക്കെ കേൾക്കുവാനും മഹാ അത്ഭുതങ്ങളും പിന്നെ നമ്മൾ അതിനുള്ള തന്നെ അനുഗ്രഹം പ്രാപിച്ച വ്യക്തികളൊക്കെയാണ് അല്ലേ? ഒക്കെയാണ്. 57 1-ാം ക്ലാസ്, 58 2-ാം ക്ലാസ്, ശരി, 59 3-ാം ക്ലാസ്, 50 അത് കഴിഞ്ഞ് അങ്ങനെ 4-ാം ക്ലാസ്. 4-ാം ക്ലാസ് വരെ LP സ്കൂൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് UPS ഏലപ്പാറ പോകും. വണ്ടി വാഹനമൊന്നുമില്ല, നടന്നാ പോകും. ഏലപ്പാറ വന്ന് ഗവൺമെന്റ് UP സ്കൂൾ, അവിടെ 7-ാം ക്ലാസ് വരെ പോകും. 5, 6, 7 3 ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ വേണമെങ്കിൽ പീരുമേട്ടിൽ പോകണം. ഏലപ്പാറയിലും ഇല്ല, വണ്ടിപ്പിരിയാറ്റൊന്നും ഇല്ല. ഈ താലൂക്കിൽ പീരുമേട് താലൂക്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വാഗമണ്ണിലും അവിടെ ഒന്നുമില്ല. സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ വാഗമണ്ണി LP സ്കൂളേ ഉണ്ടായിരുന്നു. പീരുമേട് ചിദംബരം പിള്ള മെമ്മോറിയൽ, ചിദംബരം എന്ന് പറഞ്ഞ പുള്ളി അന്ന് സ്കൂൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്ത്. അത് കഴിഞ്ഞ് അപ്പം വാഗമണ്ണ് കോട്ടമല പുള്ളിക്കാനമുള്ള പിള്ളേർ വരെ നടന്ന ഈ പീരുമേട് സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ അത് വിരലിൽ എണ്ണാവുന്ന പിള്ളേരെ ഉള്ളൂ. 68 പെരിയാറ്റിലോ പിന്നെ ഏലപ്പാറയിലെ സെൻട്രലില്ല SLC എഴുതാം. SLC എഴുതണമെങ്കിൽ പീരുമേട് സ്കൂളിലെ അത് പിന്നീട് 69 കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ സെൻറ്റർ വന്നു പരീക്ഷ എഴുതാം. ഞങ്ങൾ 69 SLC എഴുതാനുള്ള സെൻറ്റർ ഇല്ല. ഏലപ്പാറ വണ്ടിപ്പിരിയാറ്റില്ല. ഇല്ല, ഇവിടെ ഹൈസ്കൂളുണ്ട്. സെൻറ്റർ എഴുതണമെങ്കിൽ പീരുമേട് പരീക്ഷ SLC എഴുതാൻ. ഞാൻ 69 അവിടെ SLC പാസ്സായി. 69 SLC പാസ്സായി. എന്നിട്ട് ഈ തുപ്പടം നടന്ന് മേമലയിൽ നടന്ന് വേണം പീരുമേട്. വാഗമൺ കോട്ടമലയിരുന്നു വരെ എൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ പിള്ളേർ വിളിച്ചു. അപ്പോൾ അത് നടന്നാ വരുന്നത്. വണ്ടികളില്ല, റോഡ് ദൂരമല്ല, കല്ലും മണ്ണും ഉള്ള ചേറുള്ള ഏലയ്ക്ക് ഇടവഴി കുറുക്കുവഴികളിൽ ഇതാ വരുന്നത്. ഞങ്ങൾ ഒരു ആനപ്പാലത്തിൽ ചെന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിന്റെ ഒരു ഭാഗം മേമലയാണ്. മേമല വന്നിട്ട് വേണം ഈ പറഞ്ഞ സ്ഥലത്തിലോടൊക്കെ പോകണം. അപ്പം ഏകദേശം മേമലയുടെ സെൻട്രൽ ഭാഗത്തേക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്കിപ്പോൾ മേമല ലൈൻസ് അങ്ങോട്ട് പോയി, പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയി. ഇത് മെയിൻ റോഡ് എന്ന് പറയുമ്പോൾ കോട്ടയം ദേശീയപാതയാണ് അല്ലേ? അപ്പം ഓക്കെ, നമ്മൾ തന്നെ നമുക്ക് ഏകദേശം ഇവിടെ ചരിത്രം കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ഈ മൈക്രോ എന്ന് പറഞ്ഞ ഈ ടവറുണ്ട് അല്ലേ? അത് എന്നത്തെ കാലത്തിലാണ്? 71 തോന്നുന്നു. കാരണം അന്ന് ഈ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ ഒന്ന് നിന്ന എത്ര ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നതെന്ന് കൃത്യം അറിയാൻ പറ്റില്ല. അപ്പം ഇതൊരു റിപ്പീറ്റഡ് സ്റ്റേഷൻ. സൗണ്ട് ചിലപ്പോൾ കേൾക്കത്തില്ല തോന്നേ. റിപ്പീറ്റഡ് സ്റ്റേഷൻ റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞോ. ഒരാണ്ടന കൊല്ലത്തിനുള്ളത്, ഒന്ന് എറണാകുളം, ഒന്ന് കൊടൈക്കനാൽ. ടവറിന്റെ ദിശ പോകുന്നതിൻ്റെയും അതിൻ്റെ ടവർ പിടിച്ചെടുക്കുന്നതിൻ്റെയും ഇത് വിശദ വിവരങ്ങളാണ് പറയുന്നത് കേട്ടോ. ഈ കൊല്ലവും എറണാകുളം കൊടൈക്കനാലൊക്കെ ഡയറക്റ്റായിട്ട് കിട്ടിയല്ല. ഈ സ്റ്റേഷനിൽ വന്നിട്ട് വേണം അത്. അപ്പം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്ര ട്രെയിൻ ഏത് ഭാഗത്ത് നിൽക്കുന്നു പറഞ്ഞാൽ ഈ അവിടെ നിന്ന് അറിയിക്കാൻ, കൊല്ലത്തിരുന്ന് അറിയിച്ചാൽ ഇവിടെ വന്നിട്ട് വേണം അത്. ഈ ടവർ വരും. റിപ്പീറ്റഡ് അതാ ഇവിടെ ഉണ്ടാക്കിയത്. അവിടെ ട്രെയിനില്ല, പക്ഷേ ഇത് റെയിൽവേ മൈക്രോ സ്റ്റേഷൻ ഇവിടെ ഇങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചില്ല. ഇതെല്ലാം ഇവിടെ കൊണ്ട് ട്രെയിൻ ഇല്ലാതെ റെയിൽവേ സ്റ്റേഷൻ മൈക്രോ സ്റ്റേഷൻ വെച്ചിരിക്കുന്നത്. ഇത് റിപ്പീറ്റഡാണ്. ഇവിടെ ഇരുന്ന് വേണം എല്ലായിടത്തും പോകാം. മെഡ്രാസിന് വരെ, ഈ കൊടൈക്കനാൽ ഇരുന്ന് മെഡ്രാസിനും ഉണ്ട്, അവർ ലിങ്ക് കൊടുത്തിട്ടാണ്. എറണാകുളത്തിരുന്നുണ്ട്. ഇതിന്റെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. അല്ല കിട്ടിയാൽ ഇപ്പൊ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് സാറ്റലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് പ്രശ്നമില്ല. മൈക്രോ എന്ന് പറയുമ്പോൾ ഈ സാധനമാണ് കേട്ടോ. തിരിഞ്ഞ റെയിൽവേയുടെ മൈക്രോ സ്റ്റേഷനാണ്. ഇപ്പോൾ അത് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇച്ചിരി നിയമാവലികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അകത്തോട്ട് ചിലപ്പം കയറ്റത്തില്ല. കാരണം അവിടെ ഇനി മറ്റു കാര്യങ്ങൾ ടവറുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. BSNL കാര്യം പിന്നെ
വോഡഫോൺ എയർടെൽ ഇവർക്കെല്ലാം വാടക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് റെയിൽവേയുടെ ഇപ്പോൾ സാറ്റലൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ സംവിധാനം അതാണ് ഇവർ ചരിത്രങ്ങൾ. റെയിൽവേ സംവിധാനം ഇവിടെ നിന്നാണ് ഈ പറഞ്ഞ സ്ഥലത്തുകളൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര മഹത്വമുള്ള സ്ഥലമാണ് നമ്മുടെ മേമല പ്രദേശം. ഇനി നമ്മൾ പോകുന്നത് മേമലയുടെ സെൻട്രൽ ഭാഗം മേമല ജംഗ്ഷനിലോട്ടാണ് കേട്ടോ, അല്ലേ? അതെ. അപ്പോൾ നമുക്ക് പോയേക്കാം ആണ് അല്ലേ? സെൻട്രൽ ഭാഗം മേമലയ്ക്ക് ഇന്ന് മേമല ഇങ്ങനെയായി, പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു അല്ലേ? കൈബോർഡ്, മോണാമി, കോട്ടമല, പുള്ളിക്കാനം, വാഹമണ്ണ് എന്നുള്ള റോഡാണ്. ഈ റോഡുകൾ വരുന്നതിന് മുൻപേ തൊട്ട് ആദ്യകാലത്തിനുള്ള റോഡാണ്. ഈ മെയിൻ റോഡ് വരുന്നതിന് മുമ്പേ അതെ, ഇതാണ് റോഡ് ആദ്യം. അതെ. ബോണാമി, ഇവിടെ ബോണാമിന് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. പാമ്പനാറ്റിൽ. പക്ഷേ ഞാനൊരു ചെറിയ സംശയം, ബോണാമിക്ക് അന്നൊരു പേരുണ്ടായിരുന്നു, മുണ്ടപ്പില എന്ന് പറയും. മുണ്ടപ്പില അല്ലേ? ഇന്ന് അത് മോണാമിന്നായി, നേരത്തെ അത് മുണ്ടപ്പില എന്നായി അല്ലേ? മുണ്ടപ്പില ചന്തയും പാമ്പനാർ ചന്ത, പഴയ പാമ്പനാറ്റില്ല, പഴയ അന്ന് 2 ചന്തയോളം ഉള്ളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതെ, തോട്ടം തൊഴിലാളികൾ എല്ലാ ചന്ത. ഈ ചന്തകളിൽ ഇപ്പോൾ വേണം അവർക്ക് ആവശ്യത്തിനുള്ള മറ്റല്ല കടകളിൽ പലചരക്ക് സാധനം മാത്രമേ കടകളിൽ കിട്ടത്തുള്ളൂ. മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ ഈ ചന്തയുണ്ട്. അപ്പോൾ ഈ 2 ചന്തകളിലുണ്ട് ഞായറാഴ്ച ദിവസങ്ങളാണ് മാർക്കറ്റ്. ബ്ലേഗ് വന്ന് ഈ 2 ചന്തകൾ എലി കാരണം ബ്ലേഗ് ഉണ്ടായി കുടിലുകളാണ്, ഓല കൊണ്ടുള്ള ഷെട്ടുകളാണ്, ഷെട്ടുകൾ. യശീദ്കാരൻ മാത്രമേ ഉള്ളൂ ഓടിട്ട് കെട്ടിടം ഉണ്ടാക്കി വെച്ചത്. ബാക്കിയെല്ലാം ഓല കൊണ്ടുള്ള കെട്ടിടങ്ങൾ. ഈ മേമല ഇതൊരു ടോൾ ഗേറ്റ്. ഇതാണ് ടോൾ ഗേറ്റ്. അതല്ലേ, ടോൾ ഗേറ്റ് ഉണ്ടായിരുന്നു ഒന്ന് അല്ലേ? ഇവിടെ ഈ ടോൾ അടച്ചിട്ട് വേണം വണ്ടി ഇരുന്നത്. ഈ റോഡില്ല. അത് ഈ 2 മാർക്കറ്റ് ബന്ധിക്കുന്ന സ്ഥലമായിട്ട് അന്ന് ഉപ്പുതറ ഉണ്ടായിരുന്നു. ഉപ്പുതറ. അപ്പോൾ ഈ റോഡ് നിലവിൽ ഈ മെയിൻ റോഡ് ഇല്ല. ഈ റോഡ് ഇതില്ലാത്ത സമയത്ത് ഇതിലെ ഉപ്പുറക്കി പോയി. ആണോ? ഇവിടെ പോയിട്ട് തീരപ്പുറത്ത് ചെമ്മണ്ണ് അങ്ങനെ ഉപ്പുറക്കി പോകും. പ്രിയമുള്ളവരെ, അന്ന് കട്ടപ്പന, അപ്പോൾ കട്ടപ്പനയ്ക്ക് എങ്ങനെ പോകും? അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന കട്ടപ്പന സിറ്റിയൊക്കെ അല്ലേ? അന്ന് ഉള്ളതെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ കോയിലും ഉണ്ടായിരുന്നു. അതിനെ പോകണം. അപ്പം നമുക്ക് ഈ സംഭവം ഇല്ല. ഈ റോഡ് രണ്ടാതാണ് ഇപ്പം വികസിച്ച് കട്ടപ്പന റോഡായിട്ട് മാറിപ്പോയത് അല്ലേ? നേരത്തെ ഇതിലെ കൂടെയാണ് ഈ ടൈഫോയിഡ് ഈ കാണുന്ന റോഡിൽ കൂടെയാണ് ഈ പറഞ്ഞ പോലെ വളരെ താഴോട്ട് കൂടെ പോയി ഉപ്പുതറയ്ക്ക് പോകാൻ. പിന്നെ പിന്നെ അതിലെ പിന്നെ ഈ തോണിത്തടി എന്ന് പറയുന്ന സ്ഥലത്ത് തോണി പോയ ആൾക്കാർ അയ്യപ്പൻ കോയിലിൽ പോയത് അന്ന് തോണി വള്ളം അത് പിന്നീട് ഈ റോഡുകളൊക്കെ അത് പിന്നീട് ഉണ്ടായെന്നാണ്. ശരി. എനിക്കറിയത്തില്ല. ശരി, ചരിത്രങ്ങൾ അറിയുന്നവർ പങ്കുവയ്ക്കട്ടെ അല്ലേ? ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പം അവർക്ക് ഇങ്ങനെയല്ല അത് അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അവർ പങ്കുവയ്ക്കട്ടെ. നേരത്തെ പറഞ്ഞില്ലേ മേമല ജംഗ്ഷനിൽ കടയിൽ ആ റോഡാണ് പശുപ്പാറ, പുള്ളിക്കാനമല്ല, പശുപ്പാറ, ആലമ്പള്ളി, ചെമ്മണ്ണ്, ആ റോഡാണ്. ഈ റോഡാണ് മെയിൻ റോഡാണ്. ഇതിനെ വേണം പോകാൻ. ഇത് എസ്റ്റേറ്റുകാരുടെ, ഇത് ഗവൺമെൻറ് റോഡാണ്. ഇത് ഇങ്ങനെ പോകുന്നത് പഴയ റോഡ്. ഓക്കെ. അവിടെ ചെന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് കൈകോടി എസ്റ്റേറ്റുകാരുടെ റോഡ്, തിരുമേട് ക്ലബ്ബ്, അവർ ആ ഭാഗത്തൊക്കെ ആയിരിക്കുന്നത്. പിന്നെ അന്ന് ഇടുക്കി ഡാമിന് വേണ്ടി അയ്യപ്പൻ കോയിൽ കൂപ്പ് തടി വെട്ടുകാർ. ആ ലോറികളൊക്കെ ഈ മേമല ഒരു ചായക്കട ഉണ്ട്. ഇതിലെ കൂടെ വരത്തുള്ളൂ അല്ലേ? ഇതിലെ വന്ന് ഈ ചായക്കട വണ്ടി നിർത്തിയിട്ട് അവർ ആഹാരം കഴിക്കില്ല. ചോറ്, ഊണ്, ഹോട്ടൽ, നല്ലൊരു ഹോട്ടലാണ് മേമല. ഏലപ്പാറ പോലും നിർത്തിയില്ല. എന്തായാലും ഇത്ര നേരം നമ്മുടെ മേമലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മേമലയുടെ കുറേ ചരിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പേ, പിന്നെ എനിക്ക് ഒരു സഹായം ചെയ്തതിൽ അപ്പാക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. കാരണം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ട് നിങ്ങൾക്ക് തൃപ്തികരമായെങ്കിൽ തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ, പോരായ്മകളൊക്കെ കാണും, സ്വാഭാവികമല്ലേ? അപ്പോൾ അത് നിങ്ങൾ ഉദിക്കുന്ന ആശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളും ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാതെ, അപ്പം അതിന് നല്ല രീതിയിൽ നിങ്ങളും കുറേ നിങ്ങൾക്ക് കിട്ടുന്ന ആ ചരിത്രങ്ങൾ പങ്കുവയ്ക്കുക. അപ്പം നമ്മുടെ വരും തലമുറകളൊക്കെ ഇത് മറന്നു പോകാതെ
മേമല അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ട ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ ഒരു മൂലകാരണമാകട്ടെ എന്നാണ് ഞാൻ ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയറിങ്ങും കമൻറ്റും ചെയ്ത് എൻ്റെ വീഡിയോ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പുതിയ അറിവുകളും പുത്തൻ കാഴ്ചപ്പാടുകളുമായിട്ട് മേമലക്കാരൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.